ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽബ്രറ്റ് ബാൻഡുരയുടെ ബോബോഡോൾ എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്സർവേഷണൽ ലേണിംഗ് തിയറിയാണ്. ഓക്കെ, സോ ആൽബ്രറ്റ് ബാൻഡുര സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടത്തിയ ഒരു റിസർച്ചാണ്. ആ റിസർച്ചിൽ ഇൻവോൾവ് ആയിട്ടുള്ള രണ്ടുപേരും കൂടെയുണ്ട്. അങ്ങനെ ഇവർ 3 പേര് ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു റിസർച്ച്, അതിൽ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റ്, സോഷ്യൽ മോഡലിങ്ങിനെ കുറിച്ച് നടത്തിയൊരു റിസർച്ചായിരുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ആയിരുന്നു. അതിൽ ഇൻവോൾവ് ചെയ്തിരുന്ന ഒരു മേജർ ക്യാരക്ടർ എന്ന് പറയുന്നതാണ് ബോബോഡോൾ. അപ്പോൾ നമ്മൾ എപ്പോഴും ബോബോഡോളിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് കേൾക്കാറുണ്ട്. സോ എന്താണ്, അല്ലെങ്കിൽ ആ ക്ലാസിക് ആയിട്ടുള്ള ബോബോഡോൾ എക്സ്പെരിമെൻ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ 1961 ആൽബ്രറ്റ് ബാൻഡുരയും സംഘവും ബോബോഡോൾ സീരീസിലെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് നടത്തുന്നത്. സോ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ബാൻഡുര ചെയ്തത് 24 പ്രീ സ്കൂൾ കുട്ടികളെ 3 കണ്ടീഷൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ 3 ഗ്രൂപ്പുകളിലേക്ക് അസൈൻ ചെയ്തു. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് ഞാൻ പറയുന്നത്. 3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഒരു കൺട്രോൾ ഗ്രൂപ്പുമായിട്ട് 3 ഗ്രൂപ്പുകളിലേക്കായിട്ടാണ് ബാൻഡുര കുട്ടികളെ അസൈൻ ചെയ്തത്. അതിൽ ഒന്നാമത്തെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ആ കുട്ടികളുടെ മുമ്പിൽ അഡൾട്ട് മോഡൽസ്, ബോബോഡോൾ എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് ഒരു ഡോൾ, ആ ഒരു പ്ലാസ്റ്റിക് ബോബോഡോളിൻ്റെ അടുത്ത് അഡൾട്ട് മോഡൽസ് അഗ്രസീവായിട്ട് പ്ലേ ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസാണ് കാണിക്കുന്നത്. അതായത് ഈ അഡൾട്ട് ആയിട്ടുള്ള മോഡൽസ് പോയിട്ട് ബോബോഡോളിനെ ഉപദ്രവിക്കുന്നു, എടുത്തെറിയുന്നു, ഇങ്ങനെ അഗ്രസീവ് ബിഹേവിയേഴ്സ് അഡൾട്ട് മോഡൽസ് ബോബോഡോളിൻ്റെ അടുത്ത് കാണിക്കുന്നതായിട്ടുള്ള ഒരു ഫസ്റ്റ് ഗ്രൂപ്പ്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു മോഡൽ ബിഹേവിയർ ആദ്യത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികളെ കാണിച്ചു. രണ്ടാമത്തെ ഗ്രൂപ്പ് ഒബ്സർവ് ചെയ്തതെന്ന് പറയുന്നത് അഡൾട്ട് മോഡൽസ് പ്ലേയിങ് നോൺ അഗ്രസീവ് ടു ബോബോഡോൾ. അപ്പം ബോബോഡോളിൻ്റെ അടുത്ത് അഗ്രസീവ് അല്ലാതെ ഇരുന്ന് കളിക്കുന്ന, അല്ലെങ്കിൽ അഡൾട്ട് ആയിട്ടുള്ള മോഡൽസ് ബോബോഡോളിൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്നു, അല്ലെങ്കിൽ ബോബോഡോളിനെ ഉപദ്രവിക്കാത്ത തരത്തിൽ കളിക്കുന്ന ഒരു ബിഹേവിയറാണ് രണ്ടാമത്തെ ഗ്രൂപ്പിന് ഒബ്സർവ് ചെയ്യാനായിട്ട് ബാൻഡുര കൊടുത്തത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു കൺട്രോൾ ഗ്രൂപ്പായിരുന്നു. അവർക്ക് യാതൊരു എക്സ്പോഷറും ഈ മോഡൽസിനോട് ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനെ 3 തരത്തിലായിട്ട് ഈ 24 കുട്ടികളെ അസൈൻ ചെയ്തു. അതിൽ പകുതി കുട്ടികൾക്ക്, എക്സ്പെരിമെൻ്റൽ കണ്ടീഷനിലെ പകുതി കുട്ടികൾ ഒബ്സർവ് ചെയ്തത്, ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ സ്ത്രീകളുടെ തന്നെ മോഡൽസ് ആയിട്ടുള്ള സെയിം സെക്സ് മോഡൽസിൻ്റെ ബിഹേവിയേഴ്സ് ഒബ്സർവ് ചെയ്തു. അതേപോലെ ഹാഫ് ഓഫ് ദ സ്റ്റുഡൻസ്, ദ സെക്കൻഡ് ഹാഫ് ആരെയാണ്, ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാർ ഈ ബോബോഡോളിനോട് മിസ്ബിഹേവ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ സബ്ജക്ട്സിനെ അദ്ദേഹം അസസ് ചെയ്തത് എത്രത്തോളം ഇമിറ്റേറ്റീവ്, അതുപോലെ തന്നെ നോൺ ഇമിറ്റേറ്റീവ് അഗ്രഷൻ ഈ കണ്ട കുട്ടികൾ പെർഫോം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം ഇവാലുവേറ്റ് ചെയ്തത്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് കുറച്ചുകൂടി സിമ്പിളായിട്ടൊരു കഥ പോലെ പറയുകയാണെങ്കിൽ, ബോബോഡോളിൻ്റെ എക്സ്പെരിമെൻറ്റിൽ 24 കുട്ടികളെ 3 കണ്ടീഷൻസിലേക്ക് അസൈൻ ചെയ്തു. ഒന്നാമത്തെ കണ്ടീഷൻ, കുട്ടികൾ കാണുന്നത് ഈ ബോബോഡോളിനോട് അഗ്രസീവായിട്ട് പ്ലേ ചെയ്യുന്ന അഡൾട്ട് മോഡലിനെ കാണുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് കാണുന്നത് ബോബോഡോളിനോട് നോൺ അഗ്രസീവ് ആയിട്ട് പ്ലേ ചെയ്യുന്ന അഡൾട്ട് മോഡൽസിനെ കാണുന്നു. മൂന്നാമത്തെ ഗ്രൂപ്പിന് ഒരു എക്സ്പോഷറും കൊടുത്തില്ല, ഈ മോഡൽസിൻ്റെ അടുത്തുള്ള ഒരു എക്സ്പോഷറും കൊടുത്തില്ല. ഇത് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾക്ക് അദ്ദേഹം ബോബോഡോളിനെ ഡയറക്റ്റായിട്ട് ഉള്ള ഒരു ബോബോഡോളിൻ്റെ അടുത്തൊരു എക്സ്പോഷർ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ ഈ ബോബോഡോളിനോട് എങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളതാണ് ഇവർ മെഷർ ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ ബോബോഡോളിൻ്റെ അടുത്ത് അവർ കണ്ട അഡൾട്ട് മോഡൽസ് ഏത് രീതിയിലാണോ ബോബോഡോളിൻ്റെ അടുത്ത് അഗ്രസീവായിട്ട് പ്ലേ ചെയ്തത്, അതേപോലെയുള്ള അഗ്രസീവ് പ്ലേ ആണ് ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലെ കുട്ടികൾ ഒരു എക്സ്പോഷർ കിട്ടിയ സമയത്ത് അവർ ചെയ്തത്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ കുട്ടികൾ നോൺ അഗ്രസീവ് ആയിട്ടുള്ള പ്ലേ ബിഹേവിയേഴ്സ് ആയിരുന്നു ബോബോഡോളിൻ്റെ അടുത്ത് ചെയ്തത്. അവർക്ക്
അതേപോലെ ഒരു സിറ്റുവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പിന് എക്സ്പോഷർ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനത്തെ യാതൊരു ബിഹേവിയറും അവർ കാണിച്ചില്ല. ഓക്കെ, ഇനി ഇത് ക്ലാസിക് ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി എന്താണ് ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റിൽ കൂടെ ബാന്ദുരയും സംഘവും കണ്ടെത്തിയത് എന്ന് നമുക്ക് നോക്കാം. So the results reveal that children exposed to aggressive models reproduced considerably more aggressive behaviors resembling that of models. അപ്പം അഗ്രസീവ് മോഡൽസിനെ കണ്ടതാരാണ്? എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് നമ്പർ 1 കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾ ബോബോ ഡോളിനോട് കാണിച്ച ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവർ ഏത് തരത്തിലുള്ള മോഡൽ ബിഹേവിയർ ആണോ അവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്, ആ ബിഹേവിയറിനോട് റിസംബിൾ ചെയ്യുന്ന തരത്തിലുള്ള ബിഹേവിയേഴ്സാണ് അവർ ചെയ്തത്. അവരുടെ മീൻ അഗ്രഷൻ സ്കോർ എന്ന് പറയുന്നത് നോൺ അഗ്രസീവും കൺട്രോൾ ഗ്രൂപ്പിനെയും വെച്ച് നോക്കുമ്പോൾ അഗ്രഷൻ്റെ മെയിൻ സ്കോർ വളരെ കൂടുതലായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡിയുടെ ഫൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ ബാന്ദുര ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ, അതായത് മോഡൽസ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി കുട്ടികളെ കാണിക്കുകയാണ് ചെയ്തതെങ്കിൽ ബാന്ദുര 1963 ബാന്ദുരയും റോസും കൂടെ ചേർന്നിട്ട് ഒരു ഇമിറ്റേഷൻ ഓഫ് ഫിലിം മീഡിയേറ്റഡ് അഗ്രസീവ് മോഡൽസ് എന്നുള്ള ടൈറ്റിൽ അവർ ലേബൽ കൊടുത്ത ഒരു സ്റ്റഡി നടത്തുകയുണ്ടായി. ആ സ്റ്റഡിയിൽ അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ അതായത് ഫിലിം മീഡിയേറ്റഡ് ആയിട്ടുള്ള അഗ്രസീവ് മോഡൽസിനെയാണ് കുട്ടികൾക്ക് ഇമിറ്റേഷന് വേണ്ടി കൊടുത്തത്. അപ്പം അവിടെയും റിസൾട്ട്സ് റിവീൽ ദാറ്റ് ഫിലിംഡ് അഗ്രഷൻ ഇൻക്രീസ്ഡ് അഗ്രസീവ് റിയാക്ഷൻസ് ഇൻ ചിൽഡ്രൻ. അപ്പം ഫിലിംഡ് ആയിട്ട് വീഡിയോയിൽ കണ്ട അഗ്രസീവ് ബിഹേവിയേഴ്സ് ആണെങ്കിലും, അപ്പോൾ അങ്ങനെ വീഡിയോയിൽ അഗ്രസീവ് ബിഹേവിയർ കണ്ടാലും കുട്ടികളുടെ ഇടയിലുള്ള അഗ്രസീവ് റിയാക്ഷൻസ് കൂടും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ്. അപ്പോൾ ബാന്ദുരയുടെ തന്നെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ സബ്ജക്ട്സ് ഹു വ്യൂ ദ അഗ്രസീവ് ഹ്യൂമൻ ആൻഡ് കാർട്ടൂൺ മോഡൽസ് ഓൺ ഫിലിം exhibited nearly twice as much aggression than did the subjects in control group who were not exposed to the aggressive film content. അപ്പം ഇതിൽ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ അഗ്രസീവ് ആയിട്ടുള്ള ഫിലിം കണ്ടന്റ് കാണിച്ച ഗ്രൂപ്പ്, അത് ഹ്യൂമൻ ആണെങ്കിലും കാർട്ടൂൺ മോഡൽസ് ആണെങ്കിലും, അത് കണ്ട കുട്ടികളുടെ ഇടയിൽ അഗ്രഷൻ ഭയങ്കര കൂടുതലായിരുന്നു. അതേസമയം കൺട്രോൾ ഗ്രൂപ്പിന് അഗ്രസീവ് ആയിട്ടുള്ള ഫിലിമിൻ്റെ കണ്ടന്റ് ഒന്നും കാണിച്ചില്ല, ആ ഗ്രൂപ്പിൽ അഗ്രഷൻ കുറവായിരുന്നു. അപ്പം ഫിലിം മീഡിയേറ്റഡ് ആയിട്ടുള്ള അഗ്രസീവ് മോഡൽസിനെ കിട്ടിയാലും നമ്മുടെ അഗ്രസീവ് ബിഹേവിയേഴ്സ് കൂടും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡിയിലൂടെ ബാന്ദുര കണ്ടുപിടിച്ചത്. ഓക്കെ, സോ ദ റിസൾട്ട്സ് ഫ്രം ദ 2 ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ്സ്, ഇപ്പം നമ്മൾ പറഞ്ഞു 61 നടത്തിയ എക്സ്പെരിമെൻറ്റ്, 63 നടത്തിയ എക്സ്പെരിമെൻറ്റ്, 1961 1963. ഈ 2 ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നു ലേണിംഗ് നമുക്ക് വിക്കറിയസ് ആയിട്ടും ലേണിംഗ് ഒക്കർ ചെയ്യാം. അതുപോലെ തന്നെ വിത്തൗട്ട് എനി റീഇൻഫോഴ്സേഴ്സ് ഡെലിവേർഡ് എയ്തർ ടു മോഡൽ ഓർ ടു ഒബ്സർവർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ അഡൾട്ട് മോഡൽ അഗ്രസീവായിട്ട് ബോബോ ഡോളിനോട് ബിഹേവ് ചെയ്യുന്നതായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെ ബിഹേവ് ചെയ്യുമ്പം അഡൾട്ട് മോഡലിന് റീഎൻഫോഴ്സ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല. ആ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും യാതൊരു റീഇൻഫോഴ്സ്മെൻറ്റും കിട്ടുന്നില്ല. സോ വിത്തൗട്ട് എനി റീഇൻഫോഴ്സേഴ്സ് ഡെലിവേർഡ് എയ്തർ ടു ദ മോഡൽ ഓർ ദ ഒബ്സർവർ എന്തുകൂടി അവരുടെ അഗ്രസീവ് ബിഹേവിയേഴ്സ് ഈ പറയുന്ന ഒബ്സർവേഷൻ അഗ്രസീവ് മോഡൽസിനെ ഒബ്സർവ് ചെയ്തപ്പോൾ അവർക്ക് അഗ്രഷൻ കൂടിയതായിട്ടാണ് പറയുന്നത്. സോ അപ്പോൾ ഒബ്സർവേഷണൽ ലേണിങ്ങിനും സോഷ്യൽ മോഡലിങ്ങിനും ഒക്കെ നമ്മുടെ ഹ്യൂമൻ ലേണിങ്ങിലും മോട്ടിവേഷനിലും ഒക്കെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് എന്ന് ബാന്ദുര ഈ ഒരു തിയറിയുടെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒബ്സർവേഷണൽ ലേണിംഗ് നടക്കുന്നത്? അതിൻ്റെ ഒരു കമ്പോണൻ്റ് ആയിട്ടുള്ള 4 കമ്പോണൻറ്റ് സബ് ഫങ്ഷൻസ് ആണ് ബാന്ദുര ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ എന്തെന്ന് പറയും? പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ് എന്നുള്ള ടൈറ്റിലും നമ്മളിത് പറയുന്നത്. ആ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ 4 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് അറ്റൻഷൻ, റിറ്റൻഷൻ, മോട്ടോർ റിപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. അപ്പം 4 എണ്ണം. 1 attention, second one is retention, third one is motor reproduction and fourth one is motivation. അപ്പം ഇങ്ങനെ 4 പ്രോസസ്സിൽ കൂടെയാണ് ഒബ്സർവേഷണൽ ലേണിംഗ് നടക്കുന്നത് എന്നാണ് ബാന്ദുര പറയുന്നത്.
സോ ലെറ്റ് us see what is attention. എന്താണ് attention എന്ന് നോക്കാം. Attentional process determine what aspects of modeled behavior individuals observe and what information they extract from the behavior. അതായത് നമ്മൾ എന്തിനോടാണ് മോഡൽ കാണിച്ച ബിഹേവിയറിലെ, അല്ലെങ്കിൽ നമ്മൾ ഏത് മോഡലിനെയാണോ കണ്ടത് അതിലെ ആ ബിഹേവിയറിലെ ഏതാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്, എന്തിനോട് അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളോടും നമ്മൾ അറ്റൻഡ് ചെയ്യാറില്ല, ചില കാര്യങ്ങളോടായിരിക്കും നമ്മൾ കൂടുതൽ അറ്റൻറ്റീവ് ആകുന്നത്. സോ നമ്മൾ നമ്മുടെ അറ്റൻഷണൽ പ്രോസസ്സാണ് ആക്ച്വലി ആ ബിഹേവിയർ, അങ്ങനെ ഒരു ബിഹേവിയർ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഏത് ഇൻഫർമേഷനാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ത് പ്രോസസ്സാണ്? അറ്റൻഷൻ പ്രോസസ്സാണ്. അപ്പം സ്റ്റുഡൻസ് cannot learn a new skill if they do not pay close attention to the critical features of the modeled behavior and less attention to the irrelevant parts. ഇപ്പം നമ്മൾ ഇറലവൻറ്റ് പാർട്സിനോട് വളരെ അറ്റൻഷൻ കാര്യമായിട്ടൊന്നും കൊടുത്തില്ലെങ്കിൽ ആ ബിഹേവിയർ നമ്മളുടെ ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നില്ല. അതേസമയം നമ്മൾ ഏതിനോടാണോ അറ്റൻഡ് ചെയ്തത് അതായിരിക്കും നമ്മൾ മോഡൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് വൺ ഈസ് റിട്ടൻഷൻ. സോ സെക്കൻഡ് പ്രോസസ് ഇൻ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ അറ്റൻഡ് ചെയ്തതിൽ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ റിറ്റൻഷൻ ഇൻവോൾവ്സ് ആൻ ആക്റ്റീവ് പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ആൻഡ് റീസ്ട്രക്ചറിങ് ഇൻഫർമേഷൻ കൺവേഡ് ബൈ മോഡൽഡ് ഇവൻറ്റ്സ് ഇൻ ടു റൂൾസ് ആൻഡ് കൺസെപ്ഷൻസ് ഫോർ മെമ്മറി റെപ്രസെൻറ്റേഷൻ. അപ്പം നമ്മൾ അറ്റൻഷൻ വഴി നമ്മൾ ആക്റ്റീവായിട്ട് അറ്റൻഷൻ കൊടുത്തൊരു കാര്യം അത് എത്രത്തോളം ട്രാൻസ്ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യുന്നു, ആ ഇൻഫർമേഷൻ നമുക്ക് കൺവേ ചെയ്യപ്പെട്ട ഇൻഫർമേഷൻ എത്രത്തോളം നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു, റീസ്ട്രക്ചർ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അത് നമ്മുടെ മെമ്മറിയിൽ റെപ്രസെൻ്റ് ചെയ്ത് വരുന്നത്. ഇപ്പം ചില സിറ്റുവേഷൻസിൽ നമുക്ക് കുട്ടികൾ ചില ബിഹേവിയേഴ്സൊക്കെ മോഡൽ ചെയ്യാറുണ്ട്. അപ്പം അതിനോട് അറ്റൻഡ് ചെയ്താലും ചില സമയത്ത് ടീച്ചേഴ്സ് ചിലപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടി ചില എൻകറേജ് ചെയ്യുകയോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് us ടു ലേൺ. ഓക്കെ, അപ്പം ലേണിങ്ങിൻ്റെ അകത്ത് നമ്മളെ സഹായിക്കുന്നതാണ് ഈ റിട്ടൻഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അറ്റൻഡ് ചെയ്തതിൻ്റെ അകത്തെ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം, അല്ലെങ്കിൽ we need to remember the behavior that has been observed. ഇനി മൂന്നാമത്തെ കാര്യം, ഓർത്തിരുന്നാൽ മാത്രം പോരാ, മൂന്നാമത്തെ കാര്യമാണ് മോട്ടോർ റീപ്രൊഡക്ഷൻ ഓർ ബിഹേവിയറൽ പ്രൊഡക്ഷൻ എന്ന് പറയും. മോട്ടോർ റീപ്രൊഡക്ഷൻ റിക്വയർസ് ദാറ്റ് ദ ലേണർ ബി ഏബിൾ ടു റെപ്ലിക്കേറ്റ് ദ ബിഹേവിയർ ഡെമോൺസ്ട്രേറ്റഡ് ബൈ ദ മോഡൽ. അപ്പോൾ മോട്ടോർ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ബിഹേവിയറൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും നമ്മൾ അറ്റൻഡ് ചെയ്തു, അത് റിട്ടൻഷൻ നടത്തിയ ഇൻഫർമേഷൻ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒരു ആ മോഡൽ കാണിച്ച ബിഹേവിയർ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാണ്. ആ ഒരു പ്രോസസ്സാണ് മോട്ടോർ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബിഹേവിയർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് ദ ഒബ്സർവർ കനോട്ട് റീപ്രൊഡ്യൂസ് ദ മോഡൽഡ് ബിഹേവിയർ ഡ്യൂ ടു ഇനാഡിക്വേറ്റ് ഫിസിക്കൽ എബിലിറ്റി, ലാക്ക് ഓഫ് സ്ട്രെങ്ത് ഓർ ഈവൻ ഫിസിക്കൽ ഡിസബിലിറ്റി, then the behavioral production will not occur. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ ബിഹേവിയറൽ പ്രൊഡക്ഷൻ ചിലപ്പോൾ നടക്കാറില്ലായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും അവരെ സംബന്ധിച്ച് ആ ഇൻഫർമേഷൻ കോംപ്രിഹെൻഡ് ചെയ്യാനും അത് ആക്ച്വലി പെർഫോം ചെയ്തില്ലെങ്കിലും അത് അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. So it is possible then that learner could comprehend the information being modeled, not be able to actually perform the behavior. But actual performance like എത്തിയില്ലെങ്കിൽ പോലും ആ ബിഹേവിയർ അവിടെ ലേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു പാർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. And the final one is motivation. Fourth principle is motivation. അപ്പം നമ്മളിപ്പം അറ്റൻഡ് ചെയ്തു, റിട്ടൻഡ് ചെയ്തു, അല്ലെങ്കിൽ മോട്ടോർ റീപ്രൊഡക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ബിഹേവിയറൽ പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഇത് ബേസിക്കലി നമ്മളിത് ഈ ഒരു ലേണിംഗ് പെർഫോമൻസിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ വേറെ ചില ഫാക്ടേഴ്സ് നമ്മളുടെ പെർഫോമൻസിലേക്ക് ലീഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അത് 3 തരത്തിലുള്ള ഇൻസെൻറ്റീവ് മോട്ടിവേറ്റേഴ്സ് ഓർ റീഇൻഫോഴ്സേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കാം നമ്മളെ ഈ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാൻഡുര ഹാസ് ഡിസ്റ്റിങ്വിഷ്ഡ് ബിറ്റ്വീൻ അക്വിസിഷൻ ആൻഡ് പെർഫോമൻസ് സിൻസ് പീപ്പിൾ ഡു നോട്ട് പെർഫോം എവറിത്തിങ് ദേ ലേൺ. അപ്പോൾ നമ്മളെല്ലാം പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫോം ചെയ്യാറില്ല. സോ അക്വിസിഷനും
പെർഫോമൻസും ശരിക്കും പറഞ്ഞാൽ അക്വിസിഷൻ നടക്കുന്നുണ്ട്. അക്വിസിഷൻ നടത്തിയ എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫോം ചെയ്യാറില്ല, പക്ഷേ ചില കാര്യങ്ങളെ നമ്മൾ പെർഫോം ചെയ്യാറുള്ളൂ. അപ്പോൾ എന്തൊക്കെ ആയിരിക്കാം നമ്മൾ പെർഫോം ചെയ്യുന്നത്, എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പെർഫോം ചെയ്യുന്നില്ല? ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ചില മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്, അതായത് 3 തരത്തിലുള്ള ഇൻസെൻറ്റീവ് മോട്ടിവേറ്റേഴ്സ് ഓർ റീഇൻഫോഴ്സേഴ്സ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിച്ച കാര്യം പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. സോ 3 തരത്തിലുള്ള ഇൻസെൻറ്റീവ് മോട്ടിവേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ്, second one is vicarious, and the third one is self-produced. So 3 types of motivators or reinforcers. First one നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ലേണേഴ്സ് മേ റിസീവ് ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് വെൻ ദി കറക്റ്റ്ലി പെർഫോം ദ മോഡൽ ബിഹേവിയർ. ഇപ്പം നമ്മൾ ഒരു ബിഹേവിയർ മോഡൽഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കി അത് പെർഫോം ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഡയറക്റ്റായിട്ട് ഞാനത് പെർഫോം ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് റീപ്രൊഡ്യൂസ് അല്ലെങ്കിൽ പെർഫോം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ ലേണേഴ്സ് മേ റിസീവ് ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് വെൻ ദേ കറക്റ്റ്ലി പെർഫോം ദ മോഡൽ ബിഹേവിയർ. ഇനി രണ്ടാമത്തേത് വിഗറിയസ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇറ്റ് ഒക്കേഴ്സ് വെൻ ഒബ്സർവേഴ്സ് സീ others reinforced for a particular behavior or then increase their production of that behavior. ഇപ്പം നമ്മൾ ഒരാൾ മോഡൽ ചെയ്ത ഒരു ബിഹേവിയർ, ആ മോഡലിന് അല്ലെങ്കിൽ ആ ബിഹേവിയർ കാണിച്ചവർക്ക് ചില റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടി. ഞാനത് ഒബ്സർവ് ചെയ്തതേ ഉള്ളൂ, എനിക്ക് ഡയറക്റ്റായിട്ട് റീഇൻഫോഴ്സ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷേ എ ചെയ്യുന്നത് ഞാൻ നോക്കി നിന്നു, എക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നത് ഞാൻ കണ്ടു. ഡെഫിനറ്റ്ലി ഞാനും ആ ബിഹേവിയർ കാണിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ്സ് ശരിക്കും നമ്മൾ ക്ലാസ് റൂം ബിഹേവിയേഴ്സിലൊക്കെ ഒത്തിരി കാണാറുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊരു കുട്ടിയെ വഴക്ക് പറഞ്ഞു, അപ്പോൾ സിമിലർ ബിഹേവിയർ ആ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മാറിപ്പോകാറുണ്ട്. അല്ലെങ്കിൽ ഒരു കുട്ടിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു, വി ആർ ഗിവിങ് റിവാർഡ് ടു എ പെർട്ടിക്കുലർ ബിഹേവിയർ. ഡെഫിനറ്റ്ലി അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് മറ്റു കുട്ടികളെ കാണിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. പക്ഷേ കുട്ടികൾക്ക് ആർക്കും ഡയറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, ഒരാൾക്കേ ഡയറക്റ്റായിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടിയുള്ളൂ, ബാക്കി എല്ലാവരും കണ്ടതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ they have the tendency to repeat that behavior. Okay, and for last one is personal standards, that is നമ്മൾ സെൽഫ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ കണ്ടത്. സോ സെൽഫ് പ്രൊഡ്യൂസിനകത്ത് നമ്മൾ കാണുന്നത് എന്താണ്? പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ടു കണ്ടക്ട് പ്രൊവൈഡ് personal standards of conduct provide another source of incentive, motivation or reinforcement. അപ്പോൾ നമുക്ക് ചില പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അപ്പോൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ നമുക്ക് തന്നെ ചില ഇൻസെൻറ്റീവായിട്ടും റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ടും നിലകൊള്ളുന്നത്. ഇപ്പം ഓരോരുത്തരുടെ വാല്യൂ സിസ്റ്റം നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫൈങ് ആണോ, അല്ലെങ്കിൽ പേഴ്സണൽ ഡിസ്ലൈക്ക് ഉണ്ടോ, അതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ലയോ, ഇതൊക്കെ നമ്മുടെ ഒരു സെൽഫ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതിൻ്റെ ഒരു മാനദണ്ഡത്തിൻ്റെ കീഴിൽ വരും. ഇപ്പം ചില ആൾക്കാരുടെ ചില ബിഹേവിയേഴ്സ് എല്ലാവർക്കും ഇഷ്ടമാകത്തില്ല, പക്ഷേ അത്തരം ബിഹേവിയർ ഇഷ്ടമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ആ ബിഹേവിയറിനോട് അവർ കൂടുതൽ ആ ബിഹേവിയർ അവർ ഒബ്സർവേഷനിലൂടെ പഠിക്കുകയും ആ ബിഹേവിയർ അവർ പെർഫോം ചെയ്യാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഓഫ് കണ്ടക്റ്റ് ആണ് ഒരു സോഴ്സ് ഓഫ് ഇൻസെൻറ്റീവ് മോട്ടിവേഷൻ ഓർ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് വാല്യുബിൾ ആണ്, അല്ലെങ്കിൽ സെൽഫ് സാറ്റിസ്ഫൈങ് ആണ്, അല്ലെങ്കിൽ തോന്നുന്ന ബിഹേവിയേഴ്സ് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുകയും എനിക്ക് അത് ഇഷ്ടമില്ല എന്ന് തോന്നുന്ന ബിഹേവിയേഴ്സിനെ ഞാൻ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് സെൽഫ് പ്രൊഡ്യൂസിങ്. ഓക്കെ, so these are the 3 types of incentive motivators or reinforcers of മോട്ടിവേഷൻ. അതായത് നാലാമത്തെ പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മോട്ടിവേഷൻ, അതായത് നമ്മൾ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവണം. ആ മോട്ടിവേഷൻ 3 തരത്തിലാണുള്ളത്: ഡയറക്റ്റ്, വിക്കേറിയസ് ആൻഡ് സെൽഫ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, സോ ഇനി ഇത്തരത്തിലുള്ള ഈ 2 എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ബോബോ ഡോൾ സ്റ്റഡിയുടെ ഒറിജിനൽ ബോബോ ഡോളിൻ്റെ സ്റ്റഡി പിന്നീട് പല പ്രാവശ്യം റിവൈസ് ചെയ്യപ്പെട്ട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഈ സ്റ്റഡീസ് എല്ലാം നമ്മുടെ ഒബ്സർവേഷണൽ ലേണിങ്ങിനെ 1-2 റിഫൈൻമെൻറ്റ്സിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്.
അത് സോഷ്യൽ ലേണിംഗ് തിയറി എന്നുള്ള ഒരു പേരിലേക്ക് വന്നു, സോഷ്യൽ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി എന്നുള്ള പേരിലേക്ക് വന്നു. ഇങ്ങനെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസും ഈ തിയറിക്ക് വന്നിട്ടുണ്ട്. സോ അങ്ങനെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ആയപ്പോഴത്തേക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ ഫാക്ടേഴ്സ്, അതായത് കൂടുതൽ കോഗ്നിറ്റീവ്, മോട്ടിവേഷണൽ, അഫക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ സബ്സിക്വൻറ്റ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് തിയറി ഡെവലപ്പ് ചെയ്തു വന്നു. ഓക്കെ, അപ്പം ഇതാണ് ക്ലാസിക് ബോബോഡോൾ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഒബ്സർവേഷണൽ ലേണിംഗ് തിയറി പുട്ട് ഫോർവേഡ് ബൈ ആൽബ്രറ്റ് ബാന്ദ്ര. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്.